ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ. എല്ലാവർക്കും അറിയണം, ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ടുള്ള ആളാണ്. അയാളുടെ വീട്ടിലുള്ളത് അയാൾ ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഇട്ടിരുന്നു. അയാളുടെ വീട്ടിലുള്ള 20 വർഷം പഴക്കമുള്ള ഊതുമരം മുറിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇവിടെ. സ്ഥലം വന്നിട്ട് രണ്ടാത്താണി അടുത്താട്ടോ, കോട്ടക്കൽ രണ്ടാത്താണി അടുത്താണ് വീടുള്ളത്. അപ്പോൾ ഏകദേശം പകുതിയോളം മുറിച്ചിട്ടുണ്ട്, ഇനിയും മുറിക്കാണ്ട്, നല്ല കാതിലൊക്കെ മുറിക്കാണ്ട്. ഇപ്പോൾ മുറിച്ച സാധനങ്ങളൊക്കെ കാണില്ലേ, ഇതൊക്കെയാണ് ഊതിൻ്റെ മരങ്ങൾ കേട്ടോ. നമുക്ക് കാതിലൊക്കെ വരുമ്പോൾ വലുതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഊതിൻ്റെ മരങ്ങൾ. അതുപോലെ ഊതിൻ്റെ ഇലകളൊക്കെ ഉണ്ട്, എല്ലാം ഔഷധമാണ് പറഞ്ഞിട്ടത്. ഇവിടെ അതിൻ്റെ റിസർച്ച്, അതായത് അതിൻ്റെ ആളുകളൊക്കെ, ഊതിൻ്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്, അവിടെ മുകളിലുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊക്കെ കാണിച്ചു തരാം. ഊത് മുറിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ മരൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് കുറച്ച് വെട്ടിക്കണം. പക്ഷെ എന്നാൽ അതിൻ്റെ അടി വരെ മുറിക്കുന്ന വീഡിയോ നമുക്ക് ഇതിൽ കാണാം കേട്ടോ. ഓക്കെ. ഇത് വെറുതെ കുറെ ആൾക്കാർ ഇങ്ങനെ ഊതുമരം കാലിയായിട്ട് ഇട്ടിട്ട് പോണെന്ന് പറയില്ലേ, വേസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇത് വേസ്റ്റ് ഇല്ല, ഇതിന്റെ എല്ലാ ഭാഗവും ഉപകാരമുള്ളതാ. വൈദ്യശാലക്ക് ഇപ്പൊ കർണാടക ഇലപ്പ കൊണ്ടുപോകും, കോട്ടക്കൽ ആവശ്യശാല മരുന്നിന് പോകേണ്ടതാണ്. നമ്മൾക്ക് അതിനെപ്പറ്റി ഇതോട് ചായ ഉണ്ടാക്കാം, ഊത് ചായ, അടുത്തുകൾ പ്രതീക്ഷിച്ചുള്ള ഒരുപാട് പ്രൊഡക്റ്റുകള്, ഊത് ടീ, എന്ത് ഇതിന്റെ എല്ലാ പാർട്ടും ഒരുപാട് ആൾക്ക് പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഒരു പുതിയൊരു ബ്രാൻഡ് ഇന്ത്യയിൽ നിന്ന് പൊട്ടിമുളക്കും കേരളത്തിൽ നിന്ന്, ഊത് ടീ. പിന്നെ ചായപ്പൊടി കൊണ്ട് തന്നെ ചായ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ആരാ പറഞ്ഞത്? പണം കായ്ക്കുന്ന മരം എന്നൊക്കെ പറയും, ഊതുമരം. ഇതാണ് ഈ സാധനം. ഇതിപ്പോൾ 20 വർഷം പഴക്കമുള്ള ഒരു മരമാണ്. 20 വർഷം. നമ്മൾ ഹംസാഖാൻ്റെ ഉള്ള വീട്ടിലുള്ള ഊതുമരമാണ്. ഇത് മുറിക്കാണ് ഫുള്ളായിട്ട്. മരം നമ്മൾ കണ്ടിക്കുന്നില്ല, മുറിക്കണിട്ടില്ല. മരം മുറിക്കാൻ ഹംസാക്ക കോഴിക്കോട് നിന്ന് ആൾ കൊടുത്തത്. കോഴിക്കോട് താമരശ്ശേരിയാ. 3 പേരുണ്ട്. അതിൻ്റെ കാതലും കൊമ്പൊക്കെ മുറിച്ചുണ്ട്. ഇതൊക്കെ തന്നെ ഉണ്ടാവും ഊത്. മണ്ണൊക്കെ ഊതുമരം. അതെന്താ ഹംസാക്ക ഇവിടെ നിന്ന് മരം മുറിക്കാറില്ലേ? ഇത് മരമുറിക്കാർക്ക് ഞാൻ ഇത് ഇട്ടിട്ടില്ലല്ലോ. ഞാനൊരു സ്ഥാപനമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാണ് 50-50. ആ ടീം വന്ന് ഇതുവരെയൊക്കെ എന്റെ പാർട്ട്ണർമാരായി, അവരൊക്കെ എന്റെ പാർട്ട്ണർമാരായി. ചോദിച്ചു ഇവിടെ ആളില്ലേ? ആ ടീം അവിടെ മറ്റേ ഇവിടെ ഉള്ളതാണ്, അടിവാരത്തെ നമ്മുടെ നോളജ് സിറ്റിയിലെ അതിനകത്തുള്ള ഒരു കമ്പനിയാണ് ഇത് ഏറ്റെടുത്തുള്ളത്. അപ്പൊ അവർ ടീമിനെ കൊണ്ടുവന്നു, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായി. ഇവിടെ ആളില്ലാറ്റല്ല, അല്ല അവിടുത്തെ ആളെ, അത് ഒരു ബിസിനസ് മനസ്സിലായില്ല. ഓക്കെ. അതായത് അവര് അവരുടെ ഡ്യൂട്ടി എടുക്കും, മരം മുറിക്കും, മറ്റുള്ളവര് അവരുടെ ഡ്യൂട്ടി എടുക്കും. ആളുകൾ ഇതിന്റെ ഇലകൾക്ക് പോലും പോഷകമൂല്യം ഉണ്ടെന്നാ പറയുന്നത്. മറ്റു പല മരുന്നിന് ഉപയോഗിക്കും. അതായത് വൈദ്യശാല ഈ ഇതിന്റെ ഇലകൾ കൊണ്ടുപോകാറുണ്ട് പല മരുന്നിനും. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ ഇല കൊണ്ട് ഇനി ഒരു പ്രൊഡക്റ്റ് കൂടി ചെയ്യാം. ചായക്കുള്ള ഒരു ഒപ്പുണ്ടെന്നാ പറഞ്ഞത്. ഊതിട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ പലത്. ഇതിനൊന്നും വേസ്റ്റ് ആക്കൂല. ഇതിപ്പോ ചിലപ്പം ഇല നമ്മള് വേസ്റ്റ് ആവാം. ഇനിയുണ്ടല്ലോ മരങ്ങൾ വേറെ ഉണ്ടല്ലോ, റെഡി ആയി കിട്ടിയാൽ ഇഷ്ടം പോലെ ഉണ്ട്. നാളെ വെട്ടുന്നുണ്ട്. അത് കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ട്.
കഴുകി വണ്ടിയിൽ ഊത് മരത്തിന്റെ ഇല ഇട്ടത് ഇത് വേറെ ഔഷധമാണെന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് ചായ ഒക്കെ ഉണ്ടാക്കാന്ന് പറയണ മനസ്സിലാക്കുക. ഇതിന് ഒരുപാട് ഇത് ചൈനക്കാരന്റെ കൈ കിട്ടിയാൽ ഇതൊന്നും വേസ്റ്റ് അല്ല. അവരാണ് ഇതിന്റെ ഒക്കെ വിദഗ്ധർ. ചൈനയിലൊക്കെ ചായ എന്ന് പറയുന്നത് വെറും പിന്നെ പൂക്കളെ കൊണ്ട്, ഇലകളെ കൊണ്ട്, മരത്തിന്റെ തൊലികളെ കൊണ്ട്, മരത്തിന്റെ എസൻസ് ഉപയോഗിച്ച് ഇതൊക്കെ ഇപ്പൊ ചൈനക്കാർ ചായ ഉണ്ടാക്കും. അതുപോലെ നമുക്കും എന്തുകൊണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ ഇതുപോലെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൂടാ? മരുന്നിന് എന്തൊക്കെയോ മരുന്നിന് ഇല ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമുക്കറിയില്ല എന്താണെന്നുള്ളത്. അവർ കൊണ്ടുപോകുന്നുണ്ട് പലയിടത്തും. ഇത് ഇപ്പൊ തൃശ്ശൂർ മണ്ണുത്തിയിലൊക്കെ ഇതിന്റെ റിസർച്ച് തുടങ്ങിയിട്ടുണ്ട്. ഊതിന്റെ കേന്ദ്രമാകാൻ വേണ്ടി അവരുടെ ഇതിന്റെ തെയ്യ് വെച്ച് അതിനെക്കുറിച്ച് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തിയെന്ന് അറിയില്ല. അഗ്രികൾച്ചറൽ സ്റ്റുഡൻസ് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ റിസർച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ PhD എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഊത് എങ്ങനെ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുമെന്ന് പഠിക്കുന്നുണ്ട്. ഒക്കെ പഠനത്തിന്റെ റിസൾട്ടൊക്കെ വരികയാണ്. ചില ആൾക്കാർ ഇങ്ങനെ തന്നെ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കും, മരുന്ന് അടിച്ചിട്ടുണ്ടാക്കും, നാച്ചുറലായിട്ടുണ്ടാവും. കേരളത്തിൽ ഇത് തീരെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ്. നാളെ നമ്മൾ വേറെ ഊത് മരം മുറിക്കാൻ പോകുന്നുണ്ട്, അതും കാണിച്ചു കൊടുക്കും. മുറിച്ച് കൊണ്ടുവന്നത് ഇവിടെ ഉണ്ട്, ഇപ്പൊ അത് ഡെമോ ചെയ്യും. മുറിച്ച് കൊണ്ടുവന്ന മരമുണ്ട് ഇവിടെ, ഊതെടുക്കുന്ന ഒരാളുണ്ട്, അത് വിറ്റ് ജീവിക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ നമുക്കിന്ന് പരിചയപ്പെടാം.